ഡിസ്കസ് അബൌട്ട് ഋതുകാലം അഥവാ ദ ഫെർട്ടൈൽ പീരീഡ്. നമ്മൾ പറഞ്ഞതാണ് ഋതുചക്രം ഇസ് ഡിവൈഡഡ് ഇൻടു 3. ദാറ്റ് ഇസ് ഋതുകാലം, ഋതുവ്യതിത കാലം, അതുപോലെ തന്നെ രജഹകാലം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഋതുകാലം. അപ്പോൾ ഋതുകാലം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കിയേ, നമുക്ക് പീരീഡ്സ് ആയി, ഒരു ദിവസം പീരീഡ്സ് ആയി. സപ്പോസ് ഫെബ്രുവരി 1 പീരീഡ്സ് ആയി. ആ ഫെബ്രുവരി 1 മുതലുള്ള അടുത്ത 12 രാത്രി, അതിനെയാണ് ആചാര്യൻ എന്ത് വിളിക്കുന്നത്? ഋതുകാലം എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഋതുസ്തു ദ്വാദശരാത്രം ഭവതി ദൃഷ്ടാർത്ഥവ. ദ 12 nights സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേ ഓഫ് മെൻസ്ട്രേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഋതുകാലം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഈ ഋതുകാലത്തിൽ നമ്മുടെ വിമനിന്റെ ബോഡിയിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഫീമെയിൽ ബോഡി ഡ്യൂറിങ് ഋതുകാല. അപ്പൊ എന്താ സംഭവിക്കുന്നേ? ഓക്കെ, നമ്മുടെ ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ അടുത്ത ഓവം റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അല്ലെ? ഓവറിന്ന് ഇപ്രാവശ്യമെങ്കിലും ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഓവറിന്ന് ഓവം റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ദ ടൈം ഓഫ് ഓവല്യൂഷൻ. കിട്ടിയല്ലോ, ഒന്നാമത്തെ ഫിസിയോളജിക്കൽ ചേഞ്ച് ആണ് ഓവല്യൂഷൻ. അപ്പൊ ഓവറിന്ന് ഓവം റിലീസ് ചെയ്യുമ്പോൾ ഓവർ എന്താ പറയുന്നത് ഗർഭപാത്രത്തിനോട്? എടാ, ചിലപ്പോൾ സെമൻ വരാം, സെമൻ വന്ന് ചിലപ്പം ഫെർട്ടിലൈസേഷൻ നടക്കാം, ചിലപ്പോൾ കുട്ടി ഉണ്ടാവാം. അപ്പൊ നീ ആ എൻഡോമെട്രി ഒന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചേ. ഓക്കെ, ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ച്. അപ്പൊ എന്ത് ചെയ്യും? എൻഡോമെട്രിയം നല്ല തിക്കായി കുഞ്ഞിന് വേണ്ടി റെഡി ആയിരിക്കുന്ന സമയം, അല്ലെ? എൻഡോമെട്രിയം റെഡി ആയിട്ട് നിൽക്കുന്ന സമയം. ദാറ്റ് ഇസ് എൻഡോമെട്രിയൽ റെഡിനെസ്. അതാണ് സെക്കൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഫീമെയിൽ ബോഡി. അപ്പോൾ ഓവല്യൂഷൻ നടന്നു, എൻഡോമെട്രിയം റെഡി ആയി നിന്നു. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദോഷ പ്രിഡോമിനൻസ്. ഈ ഒരു സമയത്ത്, അതായത് ഋതുകാല ടൈമിൽ ഏത് ദോഷമാണ് കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് ദോഷമായിരിക്കും? അതായത് സപ്പോസ് സെമനുമായിട്ട് ഓവം ഫ്യൂസ് ചെയ്ത കുട്ടി ഉണ്ടാവും, അല്ലെ? അപ്പൊ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കണ്ടേ? ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ദോഷം ഏതാ? കഫദോഷം. കഫദോഷമായിരിക്കും പ്രിഡോമിനന്റ്. കാരണം നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ അവിടെ കുട്ടി നിൽക്കണമെങ്കിൽ ഒരു അൻഷ്യസ് എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടൈമില് ദോഷ, പ്രിഡോമിനന്റ് ദോഷ വിൽ ബി കഫദോഷ. കിട്ടിയല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു സംഭവത്തിന് ചരകാചാര്യൻ ശ്ലോകമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ദിസ് ഗതേ പുരാണേ രജസേ നവേച്ച് അവസ്ഥിതേ. അതായത് ആഫ്റ്റർ ദ ക്ലെൻസിങ് ഫേസ് ഓഫ് മെൻസ്ട്രേഷൻ, അതായത് മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ദ ബോഡി ഇനീഷ്യേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്രഷ് ഹെൽത്തി എൻഡോമെട്രിയൽ ബെഡ്. അടുത്ത ഒരു ഫ്രഷ് ഹെൽത്തി എൻഡോമെട്രിയൽ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഋതുകാലം എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ? ഓക്കെ. ഗതേ പുരാണേ രജസേ, പഴയ രജസ് പോയി, നവേച്ച് അവസ്ഥിതേ, പുതിയത് വരാൻ ഉള്ള ആ ഒരു ടൈം. ഓക്കെ ആണല്ലോ? ഓക്കെ. പുതിയൊന്ന് സംഭവിക്കാൻ, പുതിയൊരു എൻഡോമെട്രിയം ഒക്കെ റെഡിയാക്കി വെക്കുന്ന ആ ഒരു ടൈമിനെയാണ് ചരകാചാര്യൻ എന്ത് വിളിക്കുന്നത്? ഋതുകാലം. ചരകാചാര്യൻ മാത്രല്ല, അത് തന്നെയാ സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഋതുമതി ലക്ഷണം നോക്കാം. അതായത് ഈ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും അവരെ കാണാൻ, ആ പെർട്ടിക്കുലർ വിമനിനെ കാണാൻ എങ്ങനെയുണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ക്ഷാമപ്രസന്ന വദന. അതായത് ഭയങ്കര എന്താ പറയാ, ഫേസ് നല്ല പ്ലസന്റ്, അതുപോലെ തന്നെ ബ്രൈറ്റ്, അങ്ങനെ ഭയങ്കര സന്തോഷം, കാണുമ്പോൾ തന്നെ നല്ല പ്രസന്നമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രസന്ന വദന, ദാറ്റ് ഇസ് ക്ഷാമപ്രസന്ന വദന. നല്ല മെലിഞ്ഞ് പ്രസന്നമായിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഋതുകാലത്തിൽ. ഓക്കെ. സ്ഫുരണ ഇൻ ശ്രോണി ആൻഡ് പയോദര. അപ്പൊ മുഖമൊക്കെ നല്ല തിളങ്ങി വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് റീജിയനിലും അതുപോലെ നമ്മുടെ പെൽവിക് ഏരിയയിലും ചെറിയ ചെറിയ പൾസേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ കുട്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ബ്രസ്റ്റ് ഏരിയയും പെൽവിക് റീജിയനും നല്ല പൾസേഷൻസ് ഈ സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, അക്ഷി കുക്ഷി. അങ്ങനെ വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അക്ഷി ആൻഡ് കുക്ഷി, ക്ഷി, അതെങ്ങനെ ഓർക്കുക? ദാറ്റ് ഇസ് കണ്ണും വയറും ഒക്കെ ഇച്ചിരി റിലാക്സ് ചെയ്ത് ദ്രൂപ്പ് ചെയ്ത് ഇരിക്കുന്ന സമയമാണ് ഇത്. ഓക്കെ, അത് കിട്ടാൻ എളുപ്പമാണ്. സ്ത്രസ്ത അക്ഷി കുക്ഷി അങ്ങനെ പഠിക്കുക. ഓക്കെ. പുംസകാമം അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് ഒരു മെയിലിന്റെ കമ്പനി അവരിഷ്ടപ്പെടുന്ന ഒരു ടൈമാണ്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ ആ ഒരു പീരീഡില്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയാം. ഈ സമയത്ത് മെയിലിന്റെ കമ്പനി ഇങ്ങനെ ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ ഒരു മെയിൽ വന്ന്, അവരുടെ ഭർത്താവ് വന്ന് അവരോട്
അവരോട് കൂടുതൽ സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ സ്ത്രീ ഭയങ്കര പ്രസന്നയായിരിക്കും. അവരുടെ ഈ ബ്രസ്റ്റ് റീജിയനിലും പെൽവിക് റീജിയനിലും ഒക്കെ പൾസേഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇത് പറയുന്നത് സ്ഫുര ശ്രോണി പയോധര. പയോധര എന്ന് പറഞ്ഞ ബ്രസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുക്ഷി ആൻഡ് അക്ഷി സ്ഫുരണം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നേ. ഇതാണ് ഈ ശ്ലോകം കൊണ്ട് അഷ്ടാംഗ ഹൃദയം മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? നമുക്ക് ഓർത്ത് പറയാലോ. ഓക്കെ, സുശ്രുതാചാര്യനും എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. പീനപ്രസന്നവദന. പീനപ്രസന്നവദന നേരത്തെ പോലെ തന്നെ ഫുൾ ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രക്ലിന്നാത്മ മുഖദ്വിജം, അതായത് പ്രക്ലിന്നം, ദർ വിൽ ബി മോയ്സ്റ്റ്നെസ്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോള്, ബോഡി മൊത്തം, മുഖവും അതുപോലെ തന്നെ ദ്വിജം എന്ന് പറയുന്ന ടീത്തും എല്ലാം നല്ല മോയിസ്റ്റ് ആയിട്ടായിരിക്കും. നല്ല ഭംഗിയായിരിക്കും സ്ത്രീകൾ അന്നേരം കാണാൻ നോക്കുക. നരകാമാം പ്രിയ കഥ, അതായത് മെയിൽ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കും. അതുപോലെ തന്നെ നല്ല സ്റ്റോറീസ് ഒക്കെ ലിസൺ ചെയ്യാൻ അവർക്ക് അന്നേരം ഭയങ്കര താല്പര്യമായിരിക്കും. അതായത് നമ്മൾ നല്ല മൂഡിലിരിക്കുന്ന സമയം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്കിയേ, സ്ത്രസ്ത കുക്ഷി അക്ഷിണി നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. അതായത് റിലാക്സ്ഡ് ആയിട്ടുള്ള അബ്ഡോമിനും ഐസും. ഓക്കെ ആണല്ലോ? പിന്നെ അഷ്ടാംഗഹൃദയൻ പറഞ്ഞ് അതേ പോയിന്റ് ആണ് പറയണത്. സ്ഫുരണം ഓർ പൾസേഷൻ. അഷ്ടാംഗഹൃദയൻ പറഞ്ഞത് പയോധരയിലും ശ്രോണിയിലും ആയിരുന്നു. പക്ഷെ സുശ്രുതാചാര്യൻ പറയുന്നത് ശ്രോണിയിലും മാത്രമല്ല, ശ്രോണിയിലും പയോധരയിലും മാത്രമല്ല, അതായത് ഇവിടെ യൂസ് ചെയ്തത് കുജ എന്നാണ്. കുജ എന്നാണ് നമ്മൾ ബ്രസ്റ്റിനെ യൂസ് ചെയ്ത വേർഡ്. ദാറ്റ് ഇസ് കുജ. കുജ ആൻഡ് ശ്രോണിയിൽ മാത്രമല്ല, ഭുജ, ആംസും നേവൽ റീജിയൻ, നാഭി, ഉരു റീജിയനിലൊക്കെ ഈ പറയുന്ന പൾസേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഹർഷോത്സുകയായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത്രയാണ് ലക്ഷണങ്ങൾ രണ്ട് ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഓർത്ത് പറയാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഹാപ്പി ആയിരിക്കും, ദാറ്റ് ഈസ് പ്രസന്നവതിയായിരിക്കും. പിന്നെ എപ്പോഴും ഒരു മെയിൽ കമ്പാനിയൻഷിപ്പ് ആകുന്നത് കണ്ട, ഈ ഒരു കുട്ടീനെ കണ്ട ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ഇഷ്ടമായിരിക്കും. നല്ല പ്രിയമായിട്ടുള്ള കഥകളൊക്കെ കേൾക്കാൻ, ഭർത്താവിൻ്റെ അടുത്ത് നല്ല കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. പൾസേഷൻസ് എവിടെയൊക്കെയാണ് മെയിൻലി ഉണ്ടാവുന്നത്? നമ്മുടെ ബ്രസ്റ്റ് റീജിയനിലും ശ്രോണിയിലും. സുശ്രുതാചാര്യൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഹാൻഡ്സിൽ ഭുജ കുജ, അങ്ങനെ പിടിക്കുക, ഭുജ കുജ, ശ്രോണി, അതുപോലെ തന്നെ നമ്മുടെ ഉരു റീജിയനിലൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് പൾസേഷൻസ്. പിന്നെ റിലാക്സേഷൻ എവിടെയൊക്കെ? കുക്ഷി അക്ഷി, അക്ഷി കുക്ഷി, അങ്ങനെ പഠിക്കുമ്പോൾ റിലാക്സേഷൻ കുക്ഷിയിലും അക്ഷിയിലും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പിക്ചറും കൂടെ ഓർത്ത് വെക്കുക. അതായത് ഫുള്ളി ഇൻ എ ഹാപ്പി മൂഡ്, ദ വിമൻ വിൽ ബി ഇൻ എ ഹാപ്പി മൂഡ് ഡ്യൂറിങ് ദിസ് ടൈം. ഓക്കെ, ഇതാണ് ഋതുമതി ലക്ഷണം ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നമുക്കൊരു ഹാപ്പി വിമൻ എങ്ങനെയായിരിക്കുന്നതെന്ന്, നല്ല മൂഡിലിരിക്കുന്ന ഹാപ്പി വിമനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ.